നമസ്കാരം. കേരളത്തിലിപ്പോൾ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പരിപാടികളാണ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഇവൻറ്റ്. ഇത് കേരളത്തിലെ മുഖ്യധാര മാപ്പറകൾ തന്നെ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേടനും ഈ ഗൗരി ലക്ഷ്മിക്കുമൊക്കെ മാധ്യമ ശ്രദ്ധ കുറഞ്ഞു. അവരുടെ പരിപാടി കാണാൻ പഴയതുപോലെ ആളൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്തു? തമിഴ്നാട്ടിലൊക്കെ ഇറക്കുന്ന ചീപ്പ് തറ നമ്പരാണ്. പക്ഷേ അതിലൊരെണ്ണം വേടൻ കണ്ണൂരിലിറക്കി. സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളെ അവന് പേര് വിളിച്ച് തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളെ തന്നെ ആളൊക്കെ സെറ്റ് ചെയ്ത് കാശൊക്കെ കൊടുത്തിട്ടായിരിക്കാം. നമ്മൾ ഈ ക്രിക്കറ്റൊക്കെ കാണുമ്പോൾ അവിടെ വലിയ ഉയരത്തിലുള്ള ലൈറ്റ് ഉണ്ടല്ലോ, അതുപോലെയുള്ള ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു അവിടെ. അതിൻ്റെ മണ്ടയ്ക്കോട്ട് ആ വിളക്കുകാലിലേക്ക് വലിഞ്ഞു കയറ്റി അതിൻ്റെ ഉയരത്തിൽ നിന്നിട്ട് അവൻ്റെ അഭ്യാസം. ഇവിടെ നിന്നിട്ട് സാബുച്ചേട്ട ഇറങ്ങ് എന്ന തരത്തിലുള്ള വേടൻ്റെ അഭ്യാസവും രണ്ടും കൂടെ ആയപ്പം ജോറായി. കണ്ടു തന്നെ നോക്ക്. അയ്യോ സാബുച്ചേട്ടാ പ്ലീസ് ചേട്ടാ ഒന്ന് കാണാൻ ചേട്ടാ. സാബുച്ചേട്ടാ അത്രയും ഉയരത്തിൽ സ്റ്റേജിൽ നിന്ന് അത്രയും ദൂരെ നിൽക്കുന്ന ആൾ സാബുച്ചേട്ടനാണ് എന്ന് എന്തായാലും വേടന് മനസ്സിലായല്ലോ. അത് തന്നെ വലിയ കാര്യം. സാബുച്ചേട്ടാ പ്ലീസ് താഴെ ചേട്ടാ പ്ലീസ്. Thank you so much. സാബുച്ചേട്ടാ ഇറങ്ങിച്ചേട്ടാ കരുത്താഴെ പറ്റി പറയാം. ബൈ. വേടാ, ഇതൊക്കെ കുറച്ച് തേഞ്ഞ് പഴകിയ നമ്പരാണ്. വല്ല പുതിയ നമ്പരും ഉണ്ടേ നോക്ക്. ഉടായ്പും കൊണ്ടുവരുന്നു. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ മാധ്യമങ്ങൾ ഈ സാധനം എടുത്തിട്ട് ചെയ്യും. ഞാനിപ്പോൾ ഇതെടുത്തത് നിൻ്റെ ഉടായ്പ് 4 പേരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ മനസ്സിലായിട്ടും അല്ലെങ്കിലും ഇതൊക്കെ എടുത്ത് മനോരമ അടക്കമുള്ളവർ വലിയ വാർത്ത പോലെ കൊടുക്കുന്നുണ്ട്. പിന്നെ നിൻ്റെ ഈ റാപ്പ് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് വേണമല്ലോ റാപ്പ് കേൾക്കാൻ. എന്തോന്നടേ, ഈ ഉടായ്പൊക്കെ നിർത്തി നേരെ ചൊവ്വേ വല്ല കാര്യങ്ങളൊക്കെ നടത്തണേ വേടാ. ഇതൊക്കെ ചിലവാകുന്ന സമയം ഉണ്ടായിരുന്നു. പ്രബുദ്ധരാണ് എന്ന് വെച്ചിട്ട് അത്ര മണ്ടന്മാരാണ് മലയാളികൾ എന്നങ്ങ് നീ കരുതി കളയരുത് കേട്ടോടെ വേടാ.